പ്രൈസ് ദി ലോർഡ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. വിതയുടെയും കൊയ്ത്തിന്റെയും ഒക്കെ ചിന്ത നാം പങ്കുവെക്കുമ്പോൾ പ്രധാനമായിട്ടും ചില കാര്യങ്ങൾ നാം ഇവിടെ ചിന്തിക്കേണ്ടുന്നതായിട്ടുണ്ട്. ഒന്നാമതായിട്ട് നമുക്ക് ലഭിക്കുന്ന വലിയ ഒരു ചിന്ത എന്ന് പറയുന്നത്, വിതയ്ക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. അത് ഏറ്റവും നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ലക്ഷ്യമില്ലാതെ നമുക്ക് പ്രവൃത്തി സാധ്യമാകുകയില്ല. അതെ, വിതയ്ക്കുക എന്നത് അതൊരു ലക്ഷ്യത്തെ മുൻനിർത്തി നാം ചെയ്യുന്ന കാര്യമാണ്. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു വിളവെടുപ്പാണ്. അതിനുവേണ്ടി അവൻ ഒരുപാട് കാര്യങ്ങളിൽ അവൻ ഒരുങ്ങിയേ മതിയാകൂ. എങ്കിൽ മാത്രമേ അവന് നല്ല വിളവെടുപ്പ് നടത്തുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കൃഷിക്കാരൻ സമ്പന്നനായ ഒരു നിക്ഷേപകന് തുല്യമാണ്. ഒരു ധനികൻ തന്റെ സമ്പത്ത് നിക്ഷേപിക്കുന്നത് നല്ല ലാഭം തിരികെ കിട്ടണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അതുവരെയുള്ള സമ്പാദ്യത്തിൽ നിന്ന് ഒരു ഭാഗം നീക്കി വെച്ചിട്ടാണ് അതാണ് അദ്ദേഹം നിക്ഷേപിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് കൃഷിക്കാരനും. അവന്റെ കൃഷിയിൽ അവന് ലഭിച്ച വിളവിന്റെ നല്ല ഒരു ഭാഗത്തിൽ നിന്ന് കുറച്ച് അവൻ വിത്തായിട്ട് മാറ്റിവെക്കുകയാണ്. അത് അവൻ നാളേക്കുള്ള അവന്റെ കരുതലാണ്. ആ വിത്താണ് നാളെ അവൻ വിതയ്ക്കുകയും അതിൽ നിന്ന് അവന് ഒരു പ്രതിഫലം അല്ലെങ്കിൽ അവനൊരു സമ്പാദ്യം തിരികെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഈ വിത്ത് അവൻ മാറ്റിവെക്കുന്നത്. ഒരു കാര്യം നാം ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കണം. വിതയ്ക്ക് ഒരു ലക്ഷ്യമില്ല എങ്കിൽ കൊയ്ത്ത് വെറും അർത്ഥശൂന്യം മാത്രമാണ്. അതുകൊണ്ട് ഇന്നത്തെ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, കൃത്യമായ ലക്ഷ്യത്തോടുകൂടി മാത്രമേ നാം വിതയ്ക്കുവാനായിട്ട് പുറപ്പെടുകയുള്ളൂ. കാരണം തമ്പുരാൻ നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് ഏറ്റവും തിരഞ്ഞെടുത്ത ചില വിത്തുകളാണ്. അത് സുവിശേഷമാകുന്ന വയലുകളിൽ, ഒരുക്കപ്പെട്ട നിലങ്ങളിൽ നാം വിതയ്ക്കുമ്പോൾ അതിനൊരു നല്ല കൊയ്ത്തിന്റെ അനുഭവം ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇന്ന് സുവിശേഷ മേഖലകളിൽ പലരും വിത്തുകൾ വിതയ്ക്കുന്നത് നമുക്ക് കാണാം. പിന്നീട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞുപോലും നോക്കാറില്ല. അത് നമ്മുടെ അശ്രദ്ധയുടെ ഭാഗമാണ്. പ്രിയമുള്ളവരെ, വിതയ്ക്കുവാനായിട്ട് നമ്മെ ഏൽപ്പിച്ച വിത്തുകൾ ചിലത് വഴിയരികെ വീഴുകയും പാറപ്പുറത്ത് വീഴുകയും മുള്ളിനിടയിൽ വീഴുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ അശ്രദ്ധ ഒന്നുകൊണ്ട് മാത്രമാണ്. നമ്മുടെ ഉത്തരവാദിത്വം ഒരിക്കലും മറക്കരുത്. പുതിയ ദിനം അനുഗ്രഹത്തിന്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.